തൃശ്ശൂരിനെയും ഒപ്പം തന്നെ സ്വരാജ് റൗണ്ടിനെയും ഒക്കെ പുലികൾ കീഴടക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിലിപ്പോൾ അയ്യന്തോളിൻ്റെ പുലിമടയിൽ നിന്നും വന്ന പുലിസ് സംഘമാണ് ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേർന്നത്. പുലിക്കൊട്ടിന് സമാനമായ രീതിയിൽ നൃത്തച്ചുവടുകൾ വെച്ചുകൊണ്ട് പുലികൾ മുന്നേറുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. 51 പുലികളാണ് അയ്യന്തോളിനുള്ളത്. ഈ 51 പുലികളും അതിൽ നമ്മൾ പല പുലിമടകളിൽ നിന്ന് വന്ന ഈ പുലികളിൽ നിന്നുമൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. വ്യത്യസ്ത നിറത്തിലുള്ള, അത് ഹിമപ്പുലിയായിരിക്കും, അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് നിറത്തിലുള്ള പുലിയായിരിക്കും, അല്ലെങ്കിൽ ഗോൾഡൻ കളറായിരിക്കും, സിൽവർ കളറായിരിക്കും. അത്തരത്തിൽ വ്യത്യസ്ത നിറത്തിലുള്ള പുലികളാണെങ്കിൽ ഇതാ ഇപ്പോൾ ഈ അയ്യന്തോളിന് വേണ്ടി ഇവിടെ അണിനിരുന്ന പുലികളൊക്കെ തന്നെയും മഞ്ഞ നിറത്തിലുള്ള പുലികൾ മാത്രമാണ്. വളരെ മനോഹരമായ രീതിയിൽ ഈ പുലിക്കൊട്ടിന് അതിൻ്റെ താളത്തിനൊത്തുകൊണ്ട് അവർ ആ ചുവടുകൾ പുലിത്താളം വെക്കുന്നത്, അരമണി കിലുക്കിക്കൊണ്ട് പുലിത്താളം വെക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. തൃശ്ശൂർ നഗരത്തെ നിലവിലിപ്പോൾ ഈ പുലികൾ കീഴടക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഈ അയ്യന്തോളിൻ്റെ പുലിസ് സംഘം, പുലിമടയിൽ നിന്ന് വന്ന ഈ പുലിസ് സംഘം ഇവിടെ നൃത്തച്ചുവടുകളുമായി ഇവിടെ കൂടി നിൽക്കുന്ന, അവരെയൊക്കെ ത്രസിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പുലികളി കാണുവാൻ വേണ്ടി നിരവധി പേർ, 10,000-കണക്കിന് ആളുകൾ നിലവിലിപ്പോൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ തൃശ്ശൂരിൽ നിന്നുള്ളവരുണ്ട്, തൃശ്ശൂരിന് പുറത്ത് ഉള്ള മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്, കേരളത്തിന് പുറത്തുള്ളവരുണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ളവർ വരെ, വിദേശികളടക്കം ഇവിടെ ഈ പുലിസ് സംഘത്തെ കാണുവാൻ വേണ്ടി ഇവിടെ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ഇടയിലൂടെ ഈ പുലിസ് സംഘം ഇങ്ങനെ ഈ സ്വരാജ് റൗണ്ടിലൂടെ ഇപ്പോൾ ഇങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതിന് തൊട്ടു പിന്നിൽ, അതായത് അയ്യന്തോളിൻ്റെ പുലിസ് സംഘത്തിന് തൊട്ടു പിന്നിൽ ആ പുലിക്കൊട്ടുകാരും അണിനിരക്കുന്നു. അവരും കൃത്യമായ ആ ഒരു നിര പാലിച്ചുകൊണ്ട് അവിടെ അണിനിരന്ന് ഈ പുലിക്കൊട്ട് വളരെ മനോഹരമായ രീതിയിൽ കൊട്ടിത്തീർക്കുകയാണ്. ഈ പുലിക്കൊട്ട് മുറുകുന്നതിനനുസരിച്ചുകൊണ്ട് ഇവരുടെ ചുവടുകളിലുള്ള വ്യത്യാസം, ആ പുലികളുടെ ചുവടുകളിലെ വ്യത്യാസം, അതും അതിമനോഹരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ 51 പുലികളും ഒരുമയോടുകൂടി ഓരോ ചുവടുകളും വയ്ക്കുമ്പോൾ അതിനെ അതിമനോഹരം എന്നല്ലാതെ മറ്റൊന്ന് പറയുവാൻ വേണ്ടി സാധിക്കില്ല. ഈ പുലിക്കൊട്ടിന് തൊട്ട് പുറകിലായി മറ്റൊരു മനോഹര കാഴ്ചയുണ്ട്. ഒരു പുലിമീൻ വണ്ടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ പുലിമീൻ വണ്ടി, അതായത് വലിയ ഒരു മത്സ്യത്തിന്റെ ഒരു വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധ പോകുന്ന ഒരു പോയിന്റ് കൂടി ആയത് മാറുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അതൊരു മത്സ്യമാണ്, പക്ഷെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അതൊരു പുലിയുടെ രൂപമാണ്. ഒരുപാട് നിശ്ചല ദൃശ്യങ്ങൾ ഈ പുലികളിയുടെ ഭാഗമായി ഉണ്ടെങ്കിലും അത്തരത്തിലൊരു വ്യത്യസ്തമായ ആശയം അതെങ്ങനെയാണ്, അത് ഏത് ദേശത്തിൻ്റെതാണ്? തീർച്ചയായും, അതായത് ഇത് മുന്നേ തന്നെ നിരവധി ദേശം ഈ വഴിയിലൂടെ ഇപ്പോൾ കടന്നുപോയിരിക്കുന്നു. അതിൽ കുട്ടൻകുളങ്ങരയുണ്ട്, ഒപ്പം തന്നെ ശങ്കരം കുളങ്ങരയുണ്ട്. അങ്ങനെ നിരവധി ദേശങ്ങൾ പുലികളുമായി ഇതിലൂടെ കടന്നുപോയെങ്കിലും വളരെ വ്യത്യസ്തവും, ഒപ്പം തന്നെ ഇപ്പോൾ അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ കൂടി നിൽക്കുന്നവരുടെ ഒക്കെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു നിശ്ചല ദൃശ്യം തന്നെയാണ് അയ്യന്തോളിൻ്റെ പുലിസ് സംഘത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള ഈ പുലിമീൻ വണ്ടി. സുരേഷ് ഡാവിഞ്ചിയുടെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്ത ഈ പുലിമീൻ വണ്ടി അതിമനോഹരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന് തൊട്ടുമുകളിൽ ഒരു പക്ഷേ നമുക്ക് ഏറ്റവും ആദ്യം ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒരു പക്ഷേ നമുക്കത് തിരിച്ചറിയണമെന്നില്ല. വളരെ ശ്രദ്ധയോടുകൂടി നോക്കുകയാണെങ്കിൽ ആ ഒരു മീൻവണ്ടിയുടെ തൊട്ടു മുകളിലായി ഒരു പുലി കൂടിയുണ്ട്. അതും ഈ പുലിക്കൊട്ടിൻ്റെ താളത്തിനനുസരിച്ച് നൃത്തച്ചുവടുകൾ വയ്ക്കുന്നു. വളരെ മനോഹരമായി കാണികളെ ഒക്കെ ആകർഷിച്ചുകൊണ്ട് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന രീതിയിലുള്ള പുലിച്ചുവടുകൾ വയ്ക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. അത്തരത്തിൽ ഈ അയ്യന്തോളിൻ്റെ ഈ ഒരു സംഘം അത് ഇതിലൂടെ കടന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. തൊട്ടുപുറകിലായി മറ്റൊരു നിശ്ചല ദൃശ്യം കൂടി കടന്നു വരുന്നുണ്ട്. അത് നമ്മുടെ ക്യാമറകളിൽ പതിയുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു ഗരുഡന്റെ ഒരു നിശ്ചല ദൃശ്യം കൂടി ഇതിന്റെ തൊട്ടുപുറകിലായി കടന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ അയ്യന്തോളിന്റെ ആ സംഘം ഇതിലൂടെ വളരെ മനോഹരമായ നൃത്തച്ചുവടുകളുമായി അവരുടെ അരമണി കിലുക്കിക്കൊണ്ട് പുലിച്ചുവടും പുലിച്ചേലുമായി ഈ പുലിക്കൊട്ടുമായി ഇവിടെ കൂടിയിരിക്കുന്നവരുടെ ശ്രദ്ധയൊക്കെ ക്ഷണിച്ചുകൊണ്ട് കടന്നു പോകുന്ന കാഴ്ച തന്നെയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ പുലിസ് സംഘങ്ങളെ ഒക്കെ തന്നെ കാണുവാൻ വേണ്ടി ഈ റോഡിന്റെ ഇരുവശങ്ങളിലും കൂടി നിൽക്കുന്നവരും ഇവരുടെ നൃത്തച്ചുവടിനനുസരിച്ച് മനോഹരമായ രീതിയിൽ അവരുടെ കൈകാലുകൾ ചലിപ്പിക്കുന്നതും കാണുവാൻ വേണ്ടി സാധിക്കും. കാരണം ഈ തൃശ്ശൂർ നഗരം എന്ന് പറയുന്നത് എന്നും ഓരോ നിമിഷവും ഓരോ അത്ഭുതങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു ദേശം കൂടിയാണ്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഈ കൊട്ടുമുറുകുമ്പോൾ അവർക്ക് വെറുതെ ഇരിക്കുവാൻ വേണ്ടി സാധിക്കില്ല എന്ന് തന്നെ പറയണം. കലയെ അത്തരത്തിൽ വളരെ മനോഹരമായി, അല്ലെങ്കിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ജനത കൂടിയാണ് ഈ തൃശ്ശൂരിൻ്റേത്. അപ്പോൾ ഇവിടെ കൊട്ടുമുറുകുമ്പോൾ
ഉറങ്ങുന്നതിനനുസരിച്ച് ഇവിടെ കൂടി നിൽക്കുന്ന ഓരോ ജനങ്ങളും അവരുടെ കൈകാലുകൾ ചലിപ്പിക്കുന്നതും വളരെ മനോഹരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ കണ്ണിന് മനോഹര ദൃശ്യം അല്ലെങ്കിൽ അതിശയം നൽകുന്ന ദൃശ്യം തന്നെയാണ് നമുക്ക് ഈ സ്വരാജ് റൗണ്ടിൽ നിന്നും ലഭിക്കുന്നത്. മറ്റ് ദേശങ്ങളിൽ നിന്നുള്ള പുലികളൊക്കെ തന്നെയും നിലവിലിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് കടന്നെത്തും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏകദേശം 2-3 ദേശങ്ങളിൽ നിന്നുള്ള പുലികൾ ഈ സ്വരാജ് റൗണ്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേർന്നത് അയ്യന്തോളാണ്. അയ്യന്തോളിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കടുത്ത മത്സരം എല്ലാ വർഷങ്ങളിലും സമ്മാനിച്ച പുലിമടകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ദേശങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിൽ ഒരു ഉത്തരം അയ്യന്തോൾ തന്നെയാണ്. ഇത്തവണയും അവർ ഒട്ടും മോശമാക്കിയില്ല. മറ്റ് ദേശങ്ങളോടൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെ വളരെ മനോഹരമായ രീതിയിൽ മാസങ്ങൾക്ക് മുന്നേ തന്നെ അവർ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അവർ പുലികളെ വില കൊടുത്തു വാങ്ങി. അവരെ വളരെ കൃത്യമായ രീതിയിൽ പരിശീലനം നൽകിക്കൊണ്ട് ഇപ്പോൾ ഇതാ ഇവിടേക്ക് ഈ പുലിക്കളി മത്സരത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ്. ആ പുലികളൊക്കെ തന്നെ 51 പുലികളും ഒരുമയോടുകൂടി ആ പുലിക്കൊട്ടിനനുസരിച്ച് നൃത്തച്ചുവടുകൾ വയ്ക്കുമ്പോൾ അത് കാണികളെയൊക്കെ ആകർഷിക്കുന്നു. അതിനാൽ തന്നെ മറ്റ് ദേശങ്ങൾക്കൊക്കെ ഒരു വെല്ലുവിളി തന്നെയായിരിക്കും ഈ അയ്യന്തോൾ എന്നത് യാതൊരു സംശയവുമില്ല. അവർ ഏതിനായിരിക്കും സമ്മാനം നേടുക? ഈ പുലിക്കളി മത്സരത്തിൽ ഓരോ വിഭാഗങ്ങളിലായാണ് സമ്മാനങ്ങൾ നൽകുന്നത്. അത് പുലിക്കൊട്ടിന് സമ്മാനമുണ്ട്, പുലിവരയ്ക്ക് സമ്മാനമുണ്ട്, ഈ പുലി നൃത്ത ചുവടുകൾക്ക് സമ്മാനമുണ്ട്. ഒപ്പം തന്നെ വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള ആ സംഘത്തിന് സമ്മാനങ്ങളുണ്ട്. അങ്ങനെ വിവിധ വിഭാഗങ്ങളിലായാണ് ഇവിടെ സമ്മാനങ്ങൾ നൽകുന്നത്. അതിൽ ഏത് സമ്മാനം ഈ അയ്യന്തോൾ വാങ്ങും എന്നത് മാത്രമേ ഇനിയൊരു സംശയമുള്ളൂ. എന്തു തന്നെയായാലും കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അയ്യന്തോളിൻ്റെ പുലിക്കുട്ടികൾ ഇതിലൂടെ കടന്നു പോകുന്നത്. ഇതിൽ ചെറിയ പുലിക്കുട്ടികളടക്കം ഇതിൻ്റെ മുന്നിലുണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്ന്, ഈ അയ്യന്തോളിൻ്റെ പുലികളൊക്കെ തന്നെ ഒത്ത ശരീരമുള്ള ഒരുമയോടെയുള്ള പുലികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഏകദേശം ഒരേപോലെയുള്ള ശരീര വലുപ്പമുള്ള പുലികൾ തന്നെയാണ്. അതിനാൽ തന്നെ അവരുടെ ആ നൃത്തച്ചുവടുകൾ അല്ലെങ്കിൽ പുലിച്ചുവടുകൾ കാണുവാൻ വളരെ മനോഹരമാണ് എന്ന് പറയണം. ഒപ്പം തന്നെ തൊട്ടു പുറകിലുള്ള ഈ പുലിക്കൊട്ടുകാരും വളരെ മനോഹരമായി കൃത്യമായ ഒരു നിര പാലിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ആ പുലിക്കൊട്ട് വളരെ മനോഹരമായ രീതിയിൽ അവർ കൊട്ടിത്തീർക്കുമ്പോഴും ഇത് കാണികൾക്ക് അത് കണ്ണിന് കുളിർമ നൽകുന്ന അല്ലെങ്കിൽ കാണികളുടെ കണ്ണിന് അത്ഭുതം തീർക്കുന്ന ഒരു കാഴ്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ അയ്യന്തോളിൻ്റെ പുലിക്കുട്ടികൾ ഇപ്പോൾ ഈ നഗരത്തെ കീഴടക്കുന്ന കാഴ്ച തന്നെയാണ്. അവർ ഈ സ്വരാജ് റൗണ്ടിൻ്റെ ഒരു ഭാഗത്ത് കാണികളെയൊക്കെ തന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവർക്ക് ആ കാണികൾക്ക് നടുവിൽ നിന്നും ആ പുലിക്കൊട്ടിന് സമാനമായ രീതിയിൽ നൃത്തച്ചുവടുകൾ വയ്ക്കുന്നു. ഇപ്പോൾ നിലവിലിപ്പോൾ ഇതാ ഈ കൊട്ട് മുറുകുന്ന ഒരു കാഴ്ചയാണ്. അതിനനുസരിച്ച് അവരുടെ ആ ഒരു ഊർജ്ജം, പുലികളുടെ ഊർജ്ജവും വർദ്ധിക്കുന്നു. ഈ പുലികളുടെ ഊർജ്ജം വർദ്ധിക്കുന്നതനുസരിച്ച് ഇവിടെ കൂടി നിൽക്കുന്ന ഓരോ കാണികളുടെ ഊർജ്ജവും വർദ്ധിക്കുന്നു. പുലികളുടെ കൂടെ അവരും ഈ നൃത്തച്ചുവടിൻ്റെ ഭാഗമാവുന്ന കാഴ്ച നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതിന് തൊട്ടു പുറകിലായി ഇതാ നിശ്ചല ദൃശ്യവുമുണ്ട്. ആ നിശ്ചല ദൃശ്യം ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്.